കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 ഫാമിലി പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. 3 ഫാമിലി എന്ന് പറയുമ്പോൾ ഞാനും പ്രശാന്ത് ബ്രോയും അതുപോലെ ഷാജി ബ്രോയും ഞങ്ങളുടെ ഭാര്യമാരുമാണ് കേട്ടോ ഒപ്പം ഉള്ളത്. അങ്ങനെ നമ്മൾ കാണിത്താടം ചെക്ക് പോസ്റ്റിൽ വന്ന് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്ത് എൻട്രി ഫീസായ 200 രൂപ വെച്ചുള്ള 1200 രൂപയും കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. 5 പേര് വന്നു കഴിഞ്ഞാൽ 1000 രൂപ, അഡീഷണൽ ഒരാളുണ്ടെങ്കിൽ അയാൾക്കും കൂടെ 200 രൂപ, അങ്ങനെയാണ് കേട്ടോ 1200. അങ്ങനെ നമ്മൾ ആർച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ബോണക്കാടേക്കും വാഴവൻതോലിലേക്കും ഒക്കെ പോകുന്നതിനുള്ള മെയിൻ ചെക്ക് പോസ്റ്റാണ് ഈ കാണിത്തറം ചെക്ക് പോസ്റ്റ്. ഇവിടുത്തെ വാഴവൻതോൽ വെള്ളച്ചാട്ടം കാണാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ടൈമിംഗാണ് കൊടുത്തിരിക്കുന്നത്. 8:30 മുതൽ 1 മണി വരെയാണ് ഇവിടുന്ന് എൻട്രൻസ് ഉള്ളത്. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടുള്ള ട്രക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 2.5 കിലോമീറ്ററാണ് നമുക്ക് നടന്നു പോകേണ്ടത്. ഈ ട്രക്കിങ്ങിൽ അത്യാവശ്യം കടുപ്പമേറിയ ഒരു ഭാഗമാണ് ഈ കാണുന്ന ഈ ഒരു ആൽമരത്തിൻ്റെ അവിടെ കേട്ടോ. അവിടെ നമ്മൾ ഒരു ശ്രദ്ധയോടെ കയറിയില്ലെങ്കിൽ നമുക്ക് പണികൾ കിട്ടും. അപ്പോൾ ഇവരാണ് ഞങ്ങളുടെ കൂടെ ഇന്ന് ഈ യാത്രയിൽ വന്നവർ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് കുഞ്ഞ് അരുവികൾ ഇതുപോലെ നിറഞ്ഞൊഴുകി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഉല്ലാസ യാത്രയ്ക്കൊക്കെ ഉള്ളവരൊക്കെ വന്നിട്ടുണ്ട്. 2 ബസ്സുകളിലായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അടിപൊളിയായിട്ട് നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ ഈ ഒരു വാഴവൻതോൾ വെള്ളച്ചാട്ടം. അങ്ങനെ വെള്ളച്ചാട്ടം കണ്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്.